ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ പാചകക്കുറിപ്പുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു പാചകക്കുറിപ്പായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സോയ മട്ടർ മസാലയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മട്ടർ തലേ ദിവസം തന്നെ കുതിർത്ത് നന്നായി കഴുകി എടുത്ത് വെക്കുക. അതിനുശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് അധികമായി പോകരുത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 1-2 വിസിൽ വരുന്നവരെ മാത്രം ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഈ കടല വേറെയും കടലയുടെ തോല് വേറെയും ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത അടുപ്പിൽ നമുക്കൊന്ന് സോയ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി വാരി അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇതൊരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ടാവും. അത് നല്ലപോലെ ഒരു 3-4 വെള്ളത്തിൽ കഴുകി വെള്ളം ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി പിഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞ് പോകരുത്, ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ എടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു സോയയുടെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അത് നന്നായി ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഫ്രൈ ആവുന്ന ആ ഒരു സമയത്ത് അതൊന്ന് നമുക്ക് വാങ്ങി വെക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ലൊരു മണം വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടല ഈ ഒരു സമയത്ത് വെന്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറി ഏത് പാത്രത്തിലാണോ വെക്കേണ്ടത് ആ പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളു പെരുംജീരകം, ഒരു നുള്ളു സാധാരണ ജീരകം, അതിനുശേഷം 2 ഏലക്കായ് ഇതും കൂടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നമ്മൾ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 2 പച്ചമുളക്, ഒരു സവാള, ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പം ഇതൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരാൻ ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് വാടി വരും. അപ്പോൾ അങ്ങനെ നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏകദേശം ഒരു 4-5 ആൾക്കാർക്ക് വേണ്ടുന്ന കറിക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു മീഡിയം സൈസ് ഉള്ളിയും മാത്രം മതിയാകും. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പകരം നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് 3-4 തണ്ട് മല്ലിയിലയാണ്. എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വരുന്ന ടേസ്റ്റ് ഒരു സ്റ്റ്യൂ ഒക്കെ വെക്കുന്നില്ലേ നമ്മൾ, ആ ഒരു സ്റ്റ്യൂവിൻ്റെ ഒക്കെ ടേസ്റ്റാണ് വരിക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 4-5 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്. അരപ്പിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അതേ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ അരപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം കൂടുതലാണെങ്കിൽ അതൊന്ന് കുറച്ചായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയുടെ പാൽ വേണം, ഒരുപാടൊന്നും വേണ്ട. എന്നാൽ ഒരു അരമുറിയിൽ കുറവായിട്ടുള്ള തേങ്ങ നല്ല കട്ടിയിലുള്ള പാലെടുത്ത് വെക്കണം ഈ ഒരു സമയത്ത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടല വേവിക്കുമ്പോഴും ഒരുപാട് വെള്ളമായി പോകരുത്. കടലയിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് ചേർത്ത് കൊടുക്കാൻ. ഞാൻ ആദ്യം 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ കറിയൊക്കെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി ഒരുപാടങ്ങ് തിളക്കരുത്. അപ്പോൾ ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്കൊന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സോയ മട്ടർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ മട്ടർ മാത്രമായിട്ട് വെക്കുന്നവരും സോയാബീൻ മാത്രമായിട്ട് വെക്കുന്നവരും ഇതുപോലെ ഒരു കോമ്പിനേഷൻ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.